നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 3D കഴ്സർ. 3D കഴ്സർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ബേസിക് ഫങ്ഷൻസ് നമുക്കിവിടെ കവർ ചെയ്യാം. ഓക്കെ, എന്താണ് 3D കഴ്സർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഈ വ്യൂ പോർട്ടിൽ ഈ ക്യൂബ് ഓൾറെഡി ഉണ്ട്. ആ ക്യൂബിൻ്റെ കൂടെ കാണുന്ന ഈ വൈറ്റ് ആൻഡ് റെഡ് ഡോട്ട്സ് പോലത്തെയുള്ള ഡാഷസ് കൊണ്ടുണ്ടാക്കിയ ഒരു സർക്കിൾ പോലെ ഒരു സംഭവം കാണുന്നില്ലേ, അതാണ് ആക്ച്വലി 3D കഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റെഡ് വൈറ്റ് ആയിട്ട് കാണുന്നില്ലേ, അത് ഈ സെൻറ്ററിൽ കാണുന്ന ഏരിയ, ഇതിലുള്ള ആ ഒരു സംഭവം. അപ്പോൾ ഇത് ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം നമുക്കിപ്പോൾ പറയാം എന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഈ 3D വേൾഡിൽ ബ്ലെൻഡറിൻ്റെ 3D വേൾഡിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു 3D കഴ്സർ എവിടെയാണോ അങ്ങോട്ടായിരിക്കും ആ 3D മെഷ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ആഡ് ആവുക ഇൻ ദ ബ്ലെൻഡർ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് ഷിഫ്റ്റ് എ പ്രസ് ചെയ്യാം. ഷിഫ്റ്റ് എ, അപ്പോൾ എന്ത് വരും, ഈ ആഡ് മെഷ് വരും. അതിൻ്റെ ഡയറക്റ്റ് പോയി എടുക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് മോഡ് ഉണ്ട്, വ്യൂ ഉണ്ട്, സെലക്ട് ഉണ്ട്, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ആഡ്. ഈ ആഡാണ് മനസ്സിലായോ എടുക്കേണ്ടത്. ഇവിടെ ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട്, ഷിഫ്റ്റ് എ എന്നുള്ള ഇത് പോപ്പപ്പ് വരുന്നുണ്ട്. സോ ഇവിടെ വന്നിട്ട് മെഷിൽ എടുക്കുക ഒരു കാര്യം. ഓക്കെ, ആഡ് ചെയ്യുക. ഞാനൊരു സ്ഫിയർ, UV സ്ഫിയർ ആഡ് ചെയ്തു. ഞാൻ പോയിട്ട് ആഡിൽ പോയി ഒരു UV സ്ഫിയർ ആഡ് ചെയ്തു. അപ്പോൾ കണ്ടോ, ആ ഒരു 3D കഴ്സർ ഇരിക്കുന്ന അതേ പൊസിഷനിൽ ഒറിജിനൽ തന്നെ ആ ഒരു സ്ഫിയർ വന്നു. അപ്പോൾ ഇതെവിടെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3D കഴ്സർ ബേസിക്കലി ബൈ ഡിഫോൾട്ട് ബ്ലെൻഡർ വേൾഡിൽ സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക വേൾഡിൻ്റെ. അപ്പോൾ ആ സെൻറ്ററിലോട്ടായിരിക്കും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും ഏത് മെഷ് ടൈപ്പ് ആണെങ്കിലും അത് 3D കഴ്സർ ഇരിക്കുന്ന സെൻറ്ററിലോട്ടായിരിക്കും വരിക. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും 3D ഒബ്ജക്റ്റ് ഈ 3D വേൾഡിൽ, ബ്ലെൻഡറിൻ്റെ 3D വേൾഡിൽ വേറെ എവിടെയെങ്കിലും ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എവിടെയാണെന്ന് വെച്ചാൽ. അപ്പം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ 3D കഴ്സർ എവിടെയോ അവിടെ ആയിരിക്കും നെക്സ്റ്റ് മെഷ് ക്രിയേറ്റ് ആവുക. മെഷ് ക്രിയേറ്റ് ചെയ്ത് ക്യൂബ് ചെയ്താവുന്നതല്ല അവിടെയാണ്. സോ നെക്സ്റ്റ് ടൈം ഞാൻ ഷിഫ്റ്റ് ആൻഡ് ഹോൾഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെയാണ് ഒരു 3D മെഷ് വന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം ഞാനിപ്പോൾ ഒരു മെഷ് ക്രിയേറ്റ് ചെയ്യുകയാണ്, സിലിണ്ടർ. ആ സിലിണ്ടർ വന്ന് അവിടെയാണ് എന്നുവെച്ചാൽ എവിടെയാണോ 3D മെഷ് ചെയ്യുന്നത് അവിടെയായിരിക്കും. നെക്സ്റ്റ് ടൈം പുതിയ ഒരെണ്ണം കൂടെ ചെയ്യുവാണ്, വേറെ ഒരു മെഷ് ചെയ്തു, ക്യൂബാണ് ഉണ്ടോ, ക്യൂബ് അതിൻ്റെ മുകളിലോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് കഴ്സറിനെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്തേക്കുക, എന്നിട്ട് കഴ്സർ എവിടെ വേണമെന്ന് വെച്ചാൽ കൊണ്ടുവെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ കഴ്സർ 3D കഴ്സർ ബാക്ക് ടു ആ ഒരു മെഷിൻ്റെ ബാക്ക് ടു നമുക്ക് ആ ഒരു ബ്ലെൻഡർ 3D വേൾഡിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവെക്കണമെങ്കിൽ പ്രസ് ചെയ്താൽ മതി. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, എസ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എസ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കുറേ ഐറ്റംസ് കാണാൻ പറ്റും. അവിടെ നമ്മൾ കഴ്സർ ടു വേൾഡ് ഒറിജിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സ്നാപ്പ് 3D കഴ്സർ ടു ദ വേൾഡ് ഒറിജിൻ, വേൾഡിൻ്റെ ഒറിജിനിലോട്ട് പോയി നിൽക്കാനായിട്ടാണ്. സോ ക്ലിക്ക് ചെയ്യുക, സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പറയുന്ന പേരാണ് സ്നാപ്പിംഗ് മെനു. ഓക്കെ, സ്നാപ്പിംഗ് മെനു, ഇതിൻ്റെ പറയുന്നത് ഇത്രയും പറയുന്നതിൻ്റെ പേരാണ് സ്നാപ്പിംഗ് മെനു. അപ്പോൾ 3D കഴ്സർ വേൾഡിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാം. ട്രാൻസ്ഫോം പിവറ്റ് പോയിന്റിനകത്ത് നമുക്ക് ബൗണ്ടിങ് ബോക്സ്, 3D കഴ്സർ, ഇൻഡിവിജ്വൽ ഒറിജിൻസ്, മീഡിയൻ പോയിന്റ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. 3D കഴ്സറിനെ നമുക്ക് പിവറ്റ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ ബൗണ്ടിങ് ബോക്സ്, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ ഒരു കണക്ഷൻ ലിങ്കിൻ്റെ ഒരു സംഭവം കാണാം. അവിടെ ബൗണ്ടിങ് ബോക്സ്, സെൻറ്റർ, 3D കഴ്സർ, ഇൻഡിവിജ്വൽ ഒറിജിൻസ്, മീഡിയൻ പോയിന്റ്സ്, ആക്റ്റീവ് എലമെൻറ്റ്സ്, ഇങ്ങനെ കുറേ കാണാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് കാറ്റഗറി എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫോം പിവറ്റ് പോയിന്റ് എന്നൊരു കാറ്റഗറിയാണ്. ഞാനിവിടെ 6 റൊട്ടേറ്റ് ചെയ്യാൻ പ്രസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇത് ആക്റ്റീവാക്കി, മീഡിയൻ പോയിന്റ് എന്നുള്ള ആക്റ്റീവാക്കി. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുവാണ്, ഞാനിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് 6 പ്രസ് ചെയ്താൽ ഇത് റൊട്ടേറ്റ് ആവുന്ന അതിൻ്റെ ആക്സിസിലാണ്. ഓക്കെ, ഏതിൻ്റെ ആക്സിസിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ആക്സിസിലായിരിക്കും റൊട്ടേഷൻ സംഭവിക്കുക. കണ്ടോ, റൊട്ടേഷൻ സംഭവിക്കുന്ന ആ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ആക്സിസിലാണ്. സോ നെക്സ്റ്റ് നമ്മൾ ആ ഒരു പൊസിഷൻ ഓഫ് ദ പിവറ്റ് ചേഞ്ച് ചെയ്യുവാണ്. മീഡിയൻ പോയിന്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ 6 പ്രസ് ചെയ്താൽ, അപ്പോൾ ഞാനിപ്പോൾ ഇനി അത് മാറ്റിയിട്ട് 3D കഴ്സർ എന്ന ഓപ്ഷൻ കൊടുക്കുക. ട്രാൻസ്ഫോം പിവറ്റ് പോയിന്റ് എന്നുള്ളത് 3D കഴ്സർ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം 6 പ്രസ് ചെയ്യുവാണ് റൊട്ടേഷന് വേണ്ടി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കണ്ടോ, ആ സെൻറ്റർ പോയിന്റിലുള്ള 3D കഴ്സറാണ് പിവറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതിനെ ക്ലിക്ക് ചെയ്തു, 6 പ്രസ് ചെയ്തു, ആ പിവറ്റ്
സെൻറ്ററിലുള്ള 3D കഴ്സർ പിവറ്റായിട്ട് ആക്ട് ചെയ്യും. സ്കെയിലാണെങ്കിലും അതുപോലെ തന്നെയാണ്. 3D കഴ്സർ ആക്ച്വലി റൊട്ടേഷൻ ആണെങ്കിലും എന്താണെങ്കിലും 3D കഴ്സർ ഓട്ടോമാറ്റിക്കലി സർഫസുമായിട്ട് സ്നാപ്പ് ചെയ്യും. ഇതാണ് 3D കഴ്സറിനെ കുറിച്ചൊരു ഐഡിയേഷൻ.